കടുക്, കറിവേപ്പിൻ്റെ ഇല, ക്യാരറ്റ്, ബീട്രൂട്ട്, പച്ചമുളക്, ഇഞ്ചി, പയറ്, ഉരുളൻകിഴങ്ങ് ഇതൊക്കെ കൂടി നെയ്യും വെളിച്ചെണ്ണയിലും വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉരുളൻകിഴങ്ങിട്ടാണ് പയറ്, പയറിട്ടു. ഇത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പും ഈ പച്ചക്കറി ഐറ്റംസിലേക്ക് ഇടണം. നല്ലോണം വഴറ്റി പച്ചക്കറിയുടെ പച്ചമണമൊക്കെ മാറിയതിലൂടെ ഇളക്കി കൊടുത്ത് മഞ്ഞപ്പൊടിയും എടുക്കണം. വെള്ളം തിളപ്പിച്ചിട്ട് വെച്ചാണ്. പിന്നെ റവ വറുത്ത് കോരി വെച്ചാണ്. കേൾപ്പിലേക്ക് ഇത്തിരി മഞ്ഞപ്പൊടി ഇടുക. മഞ്ഞപ്പൊടി ഇട്ടു. ഉപ്പ്, ഇങ്ങനെ വേണമെങ്കിൽ വെള്ളം വന്നിട്ട് വേണമെങ്കിൽ ഇന്നിടാം. ഇഷ്ടത്തിന് ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ്. നന്നാവുമോ കൊളാവുമെന്നും നമുക്കറിയില്ല, രസം ഉണ്ടാവുമെന്നും അറിയില്ല. നല്ല രസമുണ്ടെങ്കിൽ എന്നോട് പറയാം, രസമുണ്ടായിരുന്നു എന്ന്. ഇല്ലെങ്കിൽ ഇല്ലാന്നും പറയാം. ഫ്രൈ ആയി. ഇത്രയും കാണിച്ചു തരാം. വീണ്ടും റവ ഇടുമ്പോൾ വേറെ കാണിച്ചു തരാം. ഒഴിച്ച് ഒന്ന് പറക്കട്ടെ. ഒരു കുറച്ച് കൂടെ ഇടണം. ചൂടുവെള്ളം പറഞ്ഞുകൊണ്ട് തിളച്ചു. കരണ്ടെടുപ്പ് നമ്മൾ ചൂടുവെള്ളം ഉണ്ടാക്കിയതായിരുന്നു. റവ ഇട്ടു. തീ കുറക്കാൻ ഞാൻ ഒറ്റയ്ക്ക് വറ്റിപ്പോവും. വെള്ളം ഇറാനും വയ്യ, വെള്ളം കുറയാനും വയ്യ. അങ്ങനെയാണ് അതിൻ്റെ. അപ്പോൾ പല കളർ കൂടിയായിട്ടേ, ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും പച്ചക്കറിയുടെയും മഞ്ഞപ്പൊടിൻ്റെയും ഒക്കെ കൂടെ കളറ് ഒരു വെറൈറ്റി. തീവ് വെള്ളം എന്തായാലും രസമുണ്ടാവും. അടക്കട്ടെ. ഓക്കെ, ഞാൻ കഴിക്കുമ്പോൾ കാണിച്ചു തരാം. ഇത് കുഞ്ഞുമക്കൾക്കൊന്നും പറ്റൂല, അതാണുള്ളത്. നമ്മൾ വലിയവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊണ്ടിട്ടോ. ഇതിൽ ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. കൂടി പറഞ്ഞുതരണം. ആണെങ്കിൽ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇത്തിരി നെയ്യും വെളിച്ചെണ്ണയും പറഞ്ഞു, എന്നിട്ട് കടുക്, കരിവേപ്പിൻ്റെ ഇല ഇട്ട് അത് പൊട്ടി വന്നതിന് ശേഷം, മൂത്ത് വന്നതിന് ശേഷം അതിക്ക് ഇഞ്ചി, പച്ചമുളക് അതും വഴറ്റി. അത് വഴറ്റിയതിന് ശേഷം ഞാൻ ക്യാരറ്റ്, ബീട്രൂട്ട് അതിട്ട് ഒന്നുകൂടി ഇങ്ങനെ ആക്കിയതിന് ശേഷം ഞാൻ ഉരുളൻകിഴങ്ങ് ഇട്ടു.
അങ്ങനെ പയറുണ്ടായിരുന്നു, ചെറിയ വലിയ സാദാ പയറിട്ടു. ഇതൊക്കെ നല്ലോണം മുരിഞ്ഞതിന് ശേഷം, അത്യാവശ്യം മുരിഞ്ഞതിന് ശേഷം ഞാനതിലേക്ക് വെള്ളം, ഉപ്പതിന് പാകത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടോ ഇളക്കിയപ്പോൾ ഇങ്ങനെ വഴറ്റി കൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അപ്പോൾ അതാ നല്ല ടേസ്റ്റിയായ ഒരു ഉപ്പുമാവ്, അതായത് പച്ചക്കറി ഉപ്പുമാവ് കേട്ടോ. നല്ല എന്താ പറയുക, ഹെൽത്തി ഫുഡ്. ഓക്കെ, ഈ റോബസ്റ്റിൻ്റെ പഴം കൂട്ടിയിട്ടാണത് കഴിക്കണത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. റോബസ്റ്റ് പഴമാണത് കൂട്ടിയിട്ടാണ് പൊളി. കറിയൊന്നും വേണ്ടതേക്ക് ഞാൻ റോബസ്റ്റ് പഴം അവിടെ കണ്ടപ്പം കുട്ടിയതാണ് മാത്രം. ഇനി റോബസ്റ്റ് പഴം ആണെങ്കിലും ചെറുപഴം ആണെങ്കിലും ഒക്കെ തീ കൂട്ടാൻ രസം. കറിയിനേക്കാളും ഈ പഴം കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ, അടിപൊളി. അറിയാതെ രണ്ടട്ടം വിസ്മയാണ്. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കിക്കൊണ്ടിട്ടോ മക്കളെ, നല്ല രസമുണ്ട്. നിങ്ങൾ പറഞ്ഞ രസം വേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾക്ക് അറിയില്ല, അത് വേണ്ട കാര്യമില്ല. ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റാണ്.